അല്ലാന്ന് നിങ്ങൾ ഈ പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഈ വസ്തുക്കളോ ഹയ്യേ എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദിയൊക്കെ അറിയണ്ടാവൂലേ? അത് ഞങ്ങളെ പട്ടാളക്കാരെ കോഡാണ് മോനെ. ഞാനും അമരീന്ദർ സിംഗും കൂടി അതിർത്തിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു പാകിസ്ഥാനി ഇന്നങ്ങനെ റേഞ്ചിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം തന്നെ അമരീന്ദർ സിംഗ് എന്നോട് പറഞ്ഞു, മസ്തക്കന ഹയ്യേ അങ്ങനെ പറഞ്ഞാൽ വെടി വരുന്നിട്ട് മാറിക്കാളാന്ന്. ഇൻ്റെ നേരെ വെടി വെക്കണ്, ഞാൻ ഒന്നിട്ട് മാറിക്കൊടുത്തു. നേരെ ബാക്കിലുള്ള പാകിസ്ഥാനിലെ എത്തത്. ഭയങ്കര തന്നെ. അല്ല, നിങ്ങൾ എത്ര ആളെ കൊന്നിട്ടുണ്ടാവും? അതിപ്പോൾ ദിവസം ഒരു 2 ആളെ വെച്ച് കൊല്ലലുണ്ട്. പക്ഷേ എണ്ണൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ മസ്തക്കന ഹൊയ്യ ഉണ്ടല്ലോ, അതിൽ കൂടെ തന്നെ ഒരു 10-30 ആളെ ഞങ്ങൾ കൊന്നിട്ടുണ്ടാവും ആ ഐഡിയ കൂടെ. നിങ്ങൾ എത്ര കാലം നിന്നത് മൊത്തം അവിടെ ഞങ്ങൾ അരിച്ചാക്കും എല്ലാം കൂടി അരിച്ചാക്ക അല്ല, അവിടെ മൊത്തത്തിൽ ഞങ്ങൾ യുദ്ധമൊക്കെ വരുന്ന സമയത്തേ അരിച്ചാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇത് നോക്കുക, ടാർഗറ്റൊക്കെ പിടിക്കൽ. നിങ്ങൾ എത്ര കൊല്ലം നിന്ന്? കൊല്ലം നിന്നതൊരു 10 കൊല്ലത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടാവും. പക്ഷേ അതിലൊരു 9 കൊല്ലം അവിടെ അടുക്കള ഭാഗത്തുള്ള അത് അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ എൻ്റെ ഇത് കംപ്ലീറ്റ്. അവിടെയാണ് ഞാൻ ഫുള്ള് നിന്നത്. തോക്ക് അവിടെയാണ് ഉള്ളതേ. മോനെ, പട്ടാളത്തിലായതുകൊണ്ട് ഇന്നും എനിക്ക് ആ ചിട്ടുണ്ട്. രാവിലെ 3 മണിക്ക് കുഴക്കാൻ തുടങ്ങും. അത് എണീച്ചിട്ട് എക്സസൈസൊക്കെ ചെയ്തിട്ട് നല്ല മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ കുഴച്ചിരിക്കും. അതാണ് എൻ്റെ ബോഡിയിൽ തന്നെ കണ്ടില്ലേ. കുഴക്ക് എന്ത് കുഴക്കണ്? നിങ്ങൾ നിർത്തിക്കാളി. എൻ്റെ വെല്ലിപ്പ പറഞ്ഞിരിക്കണേ നിങ്ങൾ അടുക്കള ജോലി ഇല്ലേ എന്നാ പട്ടാളത്ത് പോയിട്ട്? അടുക്കള ജോലി എൻ്റെ പട്ടി ചെയ്യും. അവിടുത്തെ മേജറിനോട് ചോദിച്ചു നോക്കി ഞാൻ ആരാണെന്ന്. ഷാനവാസ് എന്ന് പറഞ്ഞാൽ അവിടെ വിറക്കും ഗ്രൂപ്പ്. പാകിസ്ഥാനിലൊക്കെ ഓടും. അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് എതിരിടാനെക്കാട്ടി ബുദ്ധിമുട്ടാണ് എന്നെക്കെ എതിരിടാൻ. എനിക്കൊന്നും പണിയില്ലടാ.